കാലത്ത് തന്നെ നല്ല കിടിലം ബീഫ് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴാണ് നമ്മുടെ തന്നെ റെസിപ്പി ആയിട്ടുള്ള ബീഫ് പാലാരി ഒന്ന് ചെയ്താലോ എന്ന് തോന്നിയത്. പിന്നെ മടിച്ചു നിന്നില്ല, 1.5 കിലോ ബീഫ് എടുത്ത് നല്ലതുപോലെ ഒരു 3-4 വട്ടം കഴുകിയെടുത്ത് ബീഫ് പാലാരി തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ നല്ല എരിവുള്ള 10 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും പച്ചമുളക് എന്തിനാണ് ഇടുന്നുള്ളത് പിന്നീട് പറയാം. കൂടെ തന്നെ 4 സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തതും 3 തക്കാളി വട്ടത്തിലരിഞ്ഞതും 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണും പിന്നെ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നമ്മളിതിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല, പകരം അതിനായിട്ടാണ് ഇത്രയും പച്ചമുളകും മീറ്റ് മസാലയും കൂടുതൽ ചേർത്തേക്കുന്നത്. സാധാരണ എല്ലാവരും ബീഫ് കറിയൊക്കെ വെക്കുന്നതായിട്ടുള്ള സമയത്ത് എല്ലാം വഴറ്റിയെടുക്കും ഓരോന്നോരോന്നായിട്ട്. എന്നാൽ ഇതങ്ങനെ പ്രത്യേകിച്ച് വഴറ്റിയെടുക്കത്തില്ല. എല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി പുരട്ടിയെടുക്കണേ. ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഈ ഒരു ബീഫ് പാലാരിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചേർക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. വേവിക്കുന്നതായിട്ടുള്ള സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഇന്നത്തെ കാലത്ത് ബീഫ് വേവിക്കുമ്പോൾ അത്യാവശ്യം വെള്ളം നല്ലതുപോലെ ഇറങ്ങിതാണ്ട് ഈ രീതിയിൽ അങ്ങോട്ട് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കൂടി പോകാനായിട്ട് പാടില്ല. ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിലോട്ട് അങ്ങോട്ട് മാറ്റാം. കാരണം ഇട്ട് കൊടുത്തേക്കുന്ന ബീഫ് നല്ലതുപോലെ വെന്ത് വരണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും ബീഫൊക്കെ വെന്ത് അതിനകത്ത് നിന്ന് കുറച്ചുകൂടി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ തുറന്ന് വെച്ചിട്ട് ഗ്രേവി മുഴുവനും വറ്റിച്ച് കുറുക്കി അങ്ങോട്ട് എടുക്കണം. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് കിട്ടും. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നില്ല. പക്ഷേ ഇങ്ങനെ കഴിക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടുണ്ടല്ലോ കുറച്ച് കുരുമുളക് പൊടി, ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മാത്രം മതി. എരിവ് ഒരുപാട് വേണ്ടാത്തവർക്ക് കുറച്ച് മാത്രം ചേർത്തേച്ചാൽ മതി. കൂടെ തന്നെ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പിലയും. അത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മുടെ ഇതിൻ്റെ മർമ്മപ്രധാന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പീരയാണ്. അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് സംഭവമാണ് ചേർക്കാതിരിക്കരുത്. 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ കറി ഉണ്ടല്ലോ ഡ്രൈ ആയിട്ട് അങ്ങോട്ട് കിട്ടും. ദാണ്ടേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ബീഫ് പാലേരി അങ്ങോട്ട് തയ്യാറായിട്ട് അങ്ങോട്ട് വരും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഒന്നും പറയാനിട്ടില്ല. ദാണ്ട ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഒരു ഇരിപ്പിന് ഈ ഉരുളി മുഴുവനും നമ്മൾ കഴിച്ചു പോകും. അത്ര ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഓരോ കാര്യങ്ങളും വഴറ്റിയെടുത്ത് നമ്മൾ ബീഫ് കറി വെക്കാറുണ്ട്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ചൂട് പൊറോട്ടയോ ചോറിൻ്റെ കൂടെ പാലപ്പം അപ്പം ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. കപ്പ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ ഒന്നും പറയാനുള്ള സംഭവം വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും അടുത്ത തവണ ബീഫ് മേടിക്കുമ്പോൾ ഇതേപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്. ഇത്രയും നേരം നമ്മുടെ ഈ ഒരു കിടിലം വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ചെയ്തേക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വലിയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കണേ. നല്ലൊരു കിടിലൻ കിട്ടുക്കാച്ചേറ്റംസായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം. നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി, നൗ സൈനിങ് ഔട്ട്. താങ്ക് യു.